ഉപാസനകളെ കുറിച്ച് തന്നെ പറയുന്നല്ലോ. ചിലർ പറയല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ശിവൻ ആ രൂപം എന്നല്ല, ആ ബ്രഹ്മോപാസന എന്ന് പറയാം. ശിവ പ്രപഞ്ചനാഥൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. പിന്നെന്തുകൊണ്ടാണ് ഓരോ വ്യക്തികൾക്ക് ചിലർക്ക് ശിവാരാധന പറ്റില്ല, ചിലർക്ക് വൈഷ്ണവാരാധനയാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്, ചിലർക്ക് അതല്ല ദേവിയാണ് അല്ലെ ശക്തിയാണ്, ഇങ്ങനെ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? പ്രവൃത്തി മണ്ഡലത്തിനനുസരിച്ചാണ്. ഇപ്പൊ ശിവനിൽ കൂടി ഇതെല്ലാം കാണാൻ പറ്റും. ശിവൻ എന്നാൽ ആരാണ്? ഗുരുവാണ്. ഗുരു എൻ്റെ ആരാധനാമൂർത്തി എൻ്റെ ഗുരുവാണ്. അതെ. അപ്പൊ അതാണ് എനിക്ക് ശിവൻ. ശിവൻ എന്താ? സ്വാംശീകരിച്ച് നിന്നെ സർവദാ നിന്നെ വലിച്ചെടുത്ത് വിഴുങ്ങുന്നവനാണ്. ശിവൻ നിന്നെ ഇല്ലാണ്ടാക്കുന്നവനാണ്. അപ്പൊ ശിവൻ എന്ന് വെച്ചാൽ മൃത്യുവിന്റെ കാരകനാണ്, അല്ലെ മൃത്യുവാണെന്ന് പറയും ഇല്ലേ? മൃത്യുസ്വരൂപനാണ്, മഹാകാൽ, കാലമാണ് എന്നൊക്കെ വിളിക്കും നമ്മൾ. അപ്പൊ അത് എനിക്ക് പ്രിയപ്പെട്ട സാധന, എൻ്റെ ഗുരുവിന്റെ ഗുരുവായിട്ട് കാണുന്ന. അതുകൊണ്ടാണ് ഞാൻ ആ സാധനയെ പറ്റി എപ്പോഴും പറയാറുള്ളത്. ഇനി അതേ ശിവൻ തന്നെയല്ലേ വിഷ്ണു ആയിരിക്കുന്നത്? തീർച്ചയായിട്ടും. ശിവന്റെ മാനേജ്മെന്റ് സ്വരൂപം. ജീവിതത്തിലേക്ക് മാനേജ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മളൊരു കാര്യം ഏറ്റെടുത്തു, ജീവിതം, കുടുംബം, ബന്ധുക്കള്, മിത്രാദികള്, കൂടാതെ ബിസിനസ് ഇത്യാദി കാര്യങ്ങൾ വരുമ്പോൾ ശിവനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ശിവസ്വരൂപം വിഷ്ണു സ്വരൂപമായി മാറണം. അപ്പൊ ശിവന്റെ തന്നെ ആക്ടിവിറ്റിയാണ്, മാനേജ്മെന്റ് ആണ്. ഈ സ്വരൂപം ഏതാണ്? അതാണ് വിഷ്ണു. ഇനി ശിവൻ തന്നെയല്ലേ സൃഷ്ടികർത്താവായിരിക്കും. ശക്തിയോട് ചേർന്ന് ആരാ സൃഷ്ടി നടത്തുന്നത്? ശിവൻ തന്നെ. അപ്പൊ ശിവൻ സൃഷ്ടി നടത്തുമ്പോൾ അതിനെ ബ്രഹ്മാവെന്ന് വിളിക്കും. ഇതിനൊക്കെ ശിവന്റെ കൂടെ നിൽക്കുന്ന ആരാ? മനസ്സാകുന്ന പരാശക്തി. പരാശക്തി ഇല്ലെങ്കിൽ വല്ലതും ഉണ്ടാക്കുമോ? ശിവനും ശവൻ തന്നെ. അപ്പൊ ശക്തി ആരാധന. അപ്പൊ എന്ത് തലമാണ് നമുക്ക് വേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടത് അനുസരിച്ച് ആരാധിച്ചുകൊള്ളുക. പക്ഷെ ആരാധിക്കുന്ന ഒന്നിനെ തന്നെയാണ്, പലതിനെ അല്ല. ഇത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ഭ്രഷ്ടരായി പോകുന്നു. വിഷ്ണു വേറെ, ശിവൻ വേറെ, ബ്രഹ്മാവ് വേറെ, ശക്തി വേറെ, ഗണേശൻ വേറെ, മുരുകൻ വേറെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസാണ്. നമ്മൾ എല്ലാ ശ്ലോകങ്ങളും മന്ത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പരബ്രഹ്മസ്വരൂപിണി, പരബ്രഹ്മസ്വരൂപം എന്നൊക്കെ എല്ലാ മന്ത്രങ്ങളിലും കാണാൻ പറ്റൂല്ലേ? ഏത് ദേവതകളുടെ എടുത്താലും ആ പരബ്രഹ്മത്തെ ആ രൂപത്തിലൂടെ നമ്മൾ ഉപാസിക്കുന്നേ ഉള്ളൂ. ഉപാസിക്കുന്ന ആരെയാ? ഒരു ശക്തി, ഒരു തത്വത്തെയാണ്, ആ ബോധസത്യത്തെയാണ്. ഇനി ശക്തി ഉണർത്തണമെങ്കിൽ കുണ്ഡലിനി സാധനയല്ലേ? മനസ്സിനെ ഉണർത്തുകയല്ലേ ചെയ്യുന്നത്? അതിനുവേണ്ടി ശക്തി സാധനയാണ് ചെയ്യേണ്ടത്. ശക്തി സാധന, ശിവസാധന, ഇങ്ങനെ രണ്ടുതരം സാധനയെ പറയാനുള്ളൂ അടിസ്ഥാനപരമായിട്ട്. ശക്തി വെച്ചാൽ മനസ്സിനെ ഉണർത്തി വീര്യവാനാവുക, ഇനി ബോധത്തെ ഉണർത്തി ശാന്തനാവുക എന്നുള്ളതാണ് ശിവസാധന. രണ്ട് സാധനയെ പോലും ആനന്ദം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, പ്രസന്നത ഉണ്ടാവണം, വേണ്ടേ? അപ്പൊ ഇതിന്റെ ലക്ഷണം എന്താ? പ്രസന്നതയാണ്. ഭൗതികമായ ജീവിതത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ രണ്ടിൽ ഏത് ഉപാസന മാർഗമാണ് ശരിയാകുന്നത്? കുണ്ഡലിനി സാധകന് രണ്ട് ഉപാസന ഒരുമിച്ചാ കൊണ്ടുപോവുക. ശക്തിയും ശിവനെ രണ്ടായിട്ട് കാണുന്നില്ല, ഒന്നായി കണ്ട. അപ്പൊ അവന് രണ്ടും വേണം. അപ്പോൾ ഇനി ഭൗതികമായിട്ടുള്ള സാധന മാത്രം ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവിൽ വിഷ്ണുവിന്റെ സാധന, ശക്തി സാധന ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? അപ്പൊ അത് പൊതുവിൽ സാധാരണ തലങ്ങളിലൂടെ മനുഷ്യന് കൊണ്ടുപോകുന്ന. എൻ്റെ അഭിപ്രായത്തിൽ ഭൗതിക സാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, ഭൗതിക ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു, ശക്തി സാധന ചെയ്യണം, കുണ്ഡലിനി സാധന ചെയ്യണം. ഇനി അതല്ല, ബോധത്തിലേക്ക് നയിക്കണം, സ്ഥിരഭാവത്തെ പൂണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വസ്വരൂപത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ശിവസാധന ചെയ്യണം. പക്ഷെ അൾട്ടിമേറ്റ്ലി ശിവസാധന ചെയ്യുന്നവന് ശക്തി ഉണരുകയും ശക്തി സാധന ശിവൻ ഉണരുകയും ചെയ്യും. ഒന്നിലൂടെ പോയാലും രണ്ടും, ഒന്നിലൂടെ പോയാൽ രണ്ടും കിട്ടും, ഒന്നായിട്ടില്ല. കാരണം ഈ രണ്ട് കണ്ണ് പോലെ, രണ്ട് ചെവി പോലെ, രണ്ട് മൂക്കിലെ നാസാരന്ധ്രങ്ങൾ പോലെ ഇതെല്ലാം ഒന്നാണ്. എല്ലാം എന്നിൽ സമാഗതമായിരിക്കണം. ഞാനും എൻ്റെ മനസ്സും രണ്ടല്ലല്ലോ. ഞാന്, എൻ്റെ മനസ്സ്, അതിൻ്റെ സ്ഥൂലരൂപ ശരീരം, ഇതെല്ലാം വേറിട്ടാണോ നിൽക്കുന്നത്? ശരീരം വേറെ, മനസ്സ് വേറെ, ഞാൻ വേറെ, ഇന്ദ്രിയങ്ങൾ വേറെ എന്നൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സത്യത്തിലൊക്കെ വേറെയാണോ? ശരീരമില്ല, ഞാനുണ്ടെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. പിന്നെ മനസ്സ് നിശ്ചേഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പോഴും ഞാൻ അറിയുന്നില്ല ഞാൻ ഉണ്ടെന്ന് ഗാഠനിദ്രയില്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴല്ലേ ഞാനുണ്ട് എന്നുള്ള അനുഭവം പോലും ഇപ്പൊ എനിക്കുള്ളൂ. അപ്പൊ അതിനെ ആധാരമാക്കി മുന്നോട്ട് പോകാം. വളരെ ക്ലിയർ ആയിട്ട് യുക്തിയും ഭക്തിയും ഒത്തൊരുമിച്ച് പോകുന്ന സാധനയെ കുണ്ഡലിനി സാധന. ഈ രണ്ടിനും പ്രാപ്തരാക്കും, ധനത്തിനും അധ്യാത്മത്തിനും. കുണ്ഡലിനി സാധന അല്ലേ, അത് ഞങ്ങളുടെ മാർഗത്തിൽ പറയാം അഘോര തന്ത്രയോഗം എന്ന് വിളിക്കുന്നു. അഘോര തന്ത്രയോഗ മാർഗം ആണ് ഞാൻ പറയുന്നത്. അതിൽ വേദവും ഉണ്ട്, തന്ത്രവും ഉണ്ട്, യോഗമുണ്ട്, ഭക്തിയുമുണ്ട്. ഇതെല്ലാം ഒത്തൊരുമിച്ച് പോവാ. ഇനിയൊന്നും വേറിട്ട് പിരിച്ച് കാണുന്നില്ല, എല്ലാത്തിനും ഒന്നായി കാണുക. നീയും ഞാനും സർവ്വതും സർവ്വജീവജാലങ്ങൾ എല്ലാം ഒന്നാണ്.
ഒരേ ഒരു സത്യം. ആ സത്യം പല നാമരൂപങ്ങൾ കൊണ്ടിരിക്കുന്നു. ഈ നാമരൂപങ്ങളൊക്കെ മായയുടെ കളിയാണ് ഇല്ലേ? നമുക്കൊക്കെ പേരിട്ടിരിക്കുന്ന അച്ഛനും അമ്മയല്ലേ? നമ്മൾ ഏത് ജാതി, ഏത് മതം, ഏത് സ്ഥലം ഒക്കെ ജനിച്ചു എന്നനുസരിച്ച് നമ്മുടെ നാമം രൂപം വ്യത്യാസപ്പെട്ടിരിക്കും, രൂപവും വ്യത്യാസപ്പെടും ഇല്ലേ? ഞാനിപ്പോൾ അമേരിക്ക ജനിച്ചാൽ, അല്ലെങ്കിൽ വെള്ളക്കാരനായി ജനിച്ച എൻ്റെ രൂപം വേറെ, ഒരു ആഫ്രിക്കക്കാരനായി ജനിച്ച എൻ്റെ രൂപം വേറെ, അങ്ങനെയൊക്കെ രൂപങ്ങളും മാറുന്നില്ലേ? അതുപോലെ നാമവും രൂപവും മാറുന്നെങ്കിലും സത്യം ഒന്നാണ്, ശ്വസിക്കുന്ന ശ്വാസം ഒന്നാണ് അല്ലേ? വിചാരങ്ങൾ നമ്മുടെ എല്ലാം പല ഇടകലർന്ന് നമ്മൾ ഒഴുകുകയാണ്, ഒരു ഒഴുക്കാണ് ജീവിതം. അവസാനം സമുദ്രത്തിൽ എത്തിച്ചേരണം. ഇത് ഭൗതികനായാലും അധ്യാത്മികനായാലും ഒരേ ഒരു ഡെസ്റ്റിനേഷനുള്ള ശാന്തി. റെസ്റ്റ് ഇൻ പീസ് എന്നല്ലേ മരിച്ചാലും പറയുക. അപ്പം എല്ലാവരും ശാന്തിയിലേക്കാണ് ഒഴുകുന്നത്. ഇതങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഭൗതികൻ അധ്യാത്മികം നമുക്ക് തിരിച്ചു പറയാൻ പോലും നമ്മുടെ മാർഗത്തിലില്ല. നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ആ മാർഗത്തിൽ പോകും. പക്ഷെ എത്തിച്ചേരുന്നത് ഇവിടെ ആയിരിക്കും. ഇതിൽ കൂടെ പോവും, അവിടെയും എത്തും. എല്ലാം ഉപേക്ഷിച്ചവനും എല്ലാം കിട്ടാറുണ്ടല്ലോ. അതങ്ങനെയാ പ്രകൃതിയുടെ കണക്ക്. എല്ലാത്തിനും പുറകെ ആർട്ട് പിടിക്കുന്നോ ഒന്നും കിട്ടാറുമില്ല. ഇത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. അതുകൊണ്ട് ശിവനെയോ ശക്തിയോ പിടിക്കുക. അത് ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടമുണ്ടോ അതിലും ഇതൊക്കെ തന്നെ കാണാൻ പോവുക. അത് സൂക്ഷ്മതലങ്ങളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. റാം.